നമസ്കാരം. കേരള പോലീസിന്റെ നീതിബോധത്തെയും അച്ചടക്ക നടപടികളെയും പരിഹസിക്കുന്ന വിധത്തിൽ അതീവ ഗുരുതരമായ കുറ്റം ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച ആഭ്യന്തര വകുപ്പിന്റെ വിചിത്ര ഉത്തരവ്. 17-കാരി ഇരയായ പോക്സോ കേസ് അട്ടിമറിക്കാൻ പ്രതിക്കൊപ്പം ചേർന്ന് ഗൂഢാലോചന നടത്തിയ ഡിവൈഎസ്പി ഹംസയെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതിന് പകരം നിർബന്ധിത വിരമിക്കൽ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ നിയമത്തെ നോക്കുകുത്തിയാക്കി കുറ്റവാളികളെ സഹായിച്ച ഉദ്യോഗസ്ഥന് വിരമിക്കൽ ആനുകൂല്യങ്ങളും പെൻഷനും ഉറപ്പാക്കിക്കൊണ്ട് സർക്കാർ അസാധാരണമായ കരുതൽ കാട്ടിയിരിക്കുകയാണ്. ഇടത് സർക്കാർ പടിയിറങ്ങും മുൻപ് തന്നെ ഹംസയെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തുകയാണെന്ന വാദം ശക്തമാണ്. 2017 പാലക്കാട് കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അന്ന് ചിറ്റൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന വി ഹംസ കേസിന്റെ അന്വേഷണ ചുമതല വഹിച്ചു. പ്രതിയായ സതീഷ് പെൺകുട്ടിയെ ലൈംഗികമായി അതിക്രമിക്കുകയും പ്രതിയുടെ ഭാര്യയും മകളും ചേർന്ന് പെൺകുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിജീവിതയുടെ മൊഴിയോ സാഹചര്യ തെളിവുകളോ പരിഗണിക്കാതെ കേസ് വ്യാജമാണെന്ന് കാണിച്ച് കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകി പ്രതികളെ രക്ഷപ്പെടുത്താനാണ് ഹംസ ശ്രമിച്ചത്. പ്രതിയെ രക്ഷിക്കാനായി ശാസ്ത്രീയ തെളിവുകൾ വരെ ഹംസ അട്ടിമറിച്ചതായി സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കുറ്റകൃത്യം നടന്ന സമയത്ത് പ്രതി സതീഷ് സ്ഥലത്തില്ലായിരുന്നുവെന്നും തിരുപ്പൂരിലായിരുന്നുവെന്നും സ്ഥാപിക്കാൻ വ്യാജരേഖകൾ വരെ ഇദ്ദേഹം ചമച്ചു. പ്രതി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിന്റെ CDR പരിശോധിച്ചപ്പോൾ അദ്ദേഹം സംഭവ സ്ഥലത്തുണ്ടായിരുന്നതായും വ്യക്തമായിരുന്നു. എന്നാൽ ഈ ഫോൺ അന്ന് സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്ന് കേസ് ഡയറിയിൽ തെറ്റായി രേഖപ്പെടുത്തിയാണ് ഹംസ പ്രതിയെ സഹായിച്ചത്. ഇതിനു പുറമെ പ്രതിയുടെ സൗകര്യത്തിനായി വ്യാജ സാക്ഷികളെ സൃഷ്ടിച്ച് അവരെ കൊണ്ട് മൊഴി നൽകിക്കുകയും ചെയ്തു. ഹംസ നൽകിയ റിപ്പോർട്ടിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പിന്നീട് നടന്ന പുനരന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. പ്രതി സതീഷ് പെൺകുട്ടിയെ കടന്നുപിടിച്ചതായും അയാളുടെ ഭാര്യ മരവടി കൊണ്ട് പെൺകുട്ടിയുടെ തലക്കടിച്ചതായും മകൾ ചെരുപ്പ് കൊണ്ട് മുഖത്തടിച്ചതായും പുതിയ അന്വേഷണത്തിൽ തെളിഞ്ഞു. ഹംസ ഒഴിവാക്കിയ പ്രതികളെ ഉൾപ്പെടുത്തി കോടതിയിൽ പുതിയ കുറ്റപത്രം സമർപ്പിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കാണിക്കേണ്ട പ്രാഥമിക സത്യസന്ധത പോലും കൈവിട്ട് കുറ്റവാളികൾക്ക് കുടപിടിക്കുകയായിരുന്നു ഹംസയെന്ന് ഇതോടെ സംശയാതീതമായി വ്യക്തമായി. കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഹംസയെ സർവീസിൽ നിന്നും പിരിച്ചുവിടാനാണ് സർക്കാർ ആദ്യം ആലോചിച്ചിരുന്നതെങ്കിലും അന്തിമ ഉത്തരവ് വന്നപ്പോൾ ഇത് നിർബന്ധിത പെൻഷനായി മാറി. സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പെൻഷനോ മറ്റ് വിരമിക്കൽ ആനുകൂല്യങ്ങളോ ലഭിക്കുമായിരുന്നില്ല. എന്നാൽ നിർബന്ധിതമായി വിരമിച്ചതോടെ ഇത്രയും കാലത്തെ സർവീസ് ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന് കൈപ്പറ്റാം. നീതി നിഷേധത്തിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥന് നൽകുന്ന ഈ ആനുകൂല്യം ഇരയോടുള്ള പരിഹാസമാണെന്ന വിമർശനവും ശക്തമാണ്. 2026 മെയ് 3 പുറത്തിറങ്ങിയ ഈ വിവാദ ഉത്തരവ് കേരള പോലീസിന് വലിയൊരു കളങ്കമാണ്. പോക്സോ കേസുകളിൽ സുപ്രീം കോടതി ഉൾപ്പെടെ കർശന നിലപാട് സ്വീകരിക്കുമ്പോൾ അന്വേഷണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥന് ഇത്രയും ഇളവ് നൽകുന്നത് വരും കാലങ്ങളിൽ മറ്റു ഉദ്യോഗസ്ഥർക്കും തെറ്റായ സന്ദേശം നൽകും. കുറ്റവാളികളെ സഹായിച്ച ഉദ്യോഗസ്ഥന് സർക്കാർ തന്നെ സുരക്ഷിതമായി പടിയിറക്കമൊരുക്കുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഹംസയ്ക്കെതിരെയുള്ള പ്രധാന കുറ്റകൃത്യങ്ങൾ ഇങ്ങനെയാണ്. പോക്സോ കേസ് അട്ടിമറിയാണ് പ്രധാനം. 17 വയസ്സുകാരിക്ക് നേരെ നടന്ന ലൈംഗിക അതിക്രമ കേസ് വ്യാജമാണെന്ന് കാണിച്ച് റിപ്പോർട്ട് നൽകി. CDR വിവരങ്ങളിൽ തിരിമറി നടത്തി പ്രതി സ്ഥലത്തിൽ നിന്ന് വരുത്തി തീർത്തു. പ്രതി കുറ്റകൃത്യം നടന്ന സമയത്ത് തിരുപ്പൂരിലായിരുന്നുവെന്ന് സ്ഥാപിക്കാൻ വ്യാജരേഖകൾ സൃഷ്ടിച്ചു. പ്രതികളെ രക്ഷിക്കാൻ വ്യാജ സാക്ഷികളെ അണിനിരത്തി മൊഴി രേഖപ്പെടുത്തി. ഇത്രയും അധികം തെറ്റുകൾ ചെയ്തൊരു ഉദ്യോഗസ്ഥനെയാണ് സർക്കാർ ചുളുവിൽ സംരക്ഷിക്കുന്നത്.